ലൈംഗികാരോപണ പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ കോടതിയിൽ. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 5 പേരുടെ പരാതികളിലാണ് എഫ്ഐആർ. ക്രൈംബ്രാഞ്ച് എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് കിട്ടി. സലിം മാലിക് വാർത്തകൾ. സലിം, അത് കഴിഞ്ഞും ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എവിടുന്നോ ഏതോ ആശുപത്രിയിലെ രേഖകൾ എടുത്തിട്ടുണ്ട് പോലീസ് എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാലും അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളോ അക്കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ മാധ്യമ വാർത്തകളിൽ വന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും എഫ്ഐആറിലില്ല അല്ലേ? കശ്മീർ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, ഒപ്പം തന്നെ ഈ പരാതിക്കാർ അത് ഈ നിലവിൽ 5 പേരുടെ മൊഴി ശേഖരിച്ചതിൽ ആ 5 പേര് മൂന്നാം കക്ഷികളാണ്. ഈ പരാതിക്കാരായ 5 പേരിൽ നിന്നും മൊഴി ശേഖരിച്ചാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പരാതിക്കാരായ 5 പേരും നിലവിൽ മൂന്നാം കക്ഷികളാണ് എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല, ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ BNS 78/2, 351, ഒപ്പം പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നുൾപ്പെടെയുള്ളവ ഈ എഫ്ഐആറിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പകർപ്പാണ്, ക്രൈംബ്രാഞ്ച് എഫ്ഐആറിൻ്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും ഈ നേരിട്ട് ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീകളും പരാതിയുമായി വന്നിട്ടില്ല, ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതോടുകൂടി വ്യക്തമാകുന്നത്. നേരത്തെ അത്തരത്തിൽ ചില നീക്കങ്ങൾ കൂടി നടന്നു എന്ന് ക്രൈംബ്രാഞ്ച് അവകാശപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ആ നിലയിൽ 6 പേർ പരാതിക്കാരായി വരികയും അതിൽ ഒരാൾ നേരിട്ട് ഇരയായ ആളാണ് എന്നുള്ളതുമായിരുന്നു ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു പരാതി നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ എഫ്ഐആർ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഹാഷ്മി.